ഉണ്ടാക്കാൻ പോകുന്നത് ബോംബെ ഹൽവ അല്ലെങ്കിൽ കറാച്ചി ഹൽവ എന്ന് പറയും. ഇത് നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമിസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് 1/2 കപ്പ് കോൺഫ്ലോർ, ഇത് 125 ml ആണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം. അപ്പം ഞാൻ ആദ്യമേ 1/2 കപ്പ് വെള്ളം ഒഴിക്കണേണ്. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ബാക്കി 1/2 കപ്പ് കൂടെ ഒഴിക്കാം. ഒരുമിച്ച് തന്നെ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. 1/2 കപ്പും കൂടെ ഒഴിക്കണേന്. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അധികം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കാം. നമ്മൾ സെറ്റ് ചെയ്തത് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക്, നമ്മളിത് ആദ്യമേ തന്നെ ചെയ്തു വെക്കണം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് ഇത് എല്ലായിടത്തും നന്നായിട്ട് പറ്റിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ അകത്തേക്കും ഇനി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. ഒഴിച്ചതിന് ശേഷം എന്തെങ്കിലും നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കശുവണ്ടിയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബദാം, പിസ്താഷ്യൂ, പിന്നെ കസ്കസ്, വെളുത്ത എള്ള്, അതൊക്കെ എന്ത് വേണമെങ്കിലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ തന്നെ ചേർക്കണം എന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കശുവണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് മാത്രമേ ഇതിനകത്തേക്ക് ചേർക്കുന്നുള്ളൂ. ഇതുപോലെ അടിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടാം. വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര, ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം. ഇത് ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പഞ്ചസാര അലിഞ്ഞതിന് ശേഷം വേണം ഇതിൻ്റെ അകത്ത് കോൺഫ്ലോർ കലക്കിയത് ഒഴിക്കാനായിട്ട്. ആദ്യമേ തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ അത് കട്ടയാകാൻ തുടങ്ങും. അന്നേരം പഞ്ചസാര അലിയത്തില്ല. അപ്പോൾ അതാ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിക്കാം. ഇത് ചേർക്കുന്നത് പഞ്ചസാര ക്രിസ്റ്റലൈസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ കലക്കിയത് ഒഴിക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയമായല്ലോ നമ്മൾ കലക്കി വെച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ പഞ്ചസാര പനിയിലേക്ക് ഒഴിക്കാം. ഒഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇത് ഇളക്കുകയും വേണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കും. ഇത് കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ചൂടാകുമ്പോൾ ഇത് കട്ടയാകാൻ തുടങ്ങും. ഇനി ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഫുഡ് കളർ ചേർക്കണേണ്. അത് എന്ത് കളർ വേണമെങ്കിലും ആകാം. ഞാൻ ഇതിൻ്റെ അകത്ത് ജിലേബി കളറാണ് ചേർക്കുന്നത്. ഇത് ഇളക്കുമ്പോൾ ഇതിന് കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. ഇത് ചെറുതായിട്ട് ഇങ്ങനെ കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഇപ്പം ഞാൻ ലോ ഹീറ്റിലായിട്ടിരിക്കുന്നത്. അപ്പം ഇനി ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇതൊന്ന് തിളച്ചാൽ മതി. അതായത് ഇത് കുറച്ച് ഒന്നും കൂടെ കട്ടിയായി കുറുകി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർക്കുന്നത്. എന്താ ഇതിപ്പോൾ കുറച്ചും കൂടെ തിക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇളക്കൽ നിർത്താൻ പാടില്ല കേട്ടോ. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് ഇളക്കുമ്പോൾ ഇതുപോലെ നല്ല സ്പീഡിൽ ഇളക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് കട്ട പിടിക്കും. കോൺഫ്ലോർ ആകുമ്പോഴത്തേക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇതുപോലെ ഇങ്ങനെ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും അതിന്. ഇതിപ്പോൾ നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ തന്നെ ഇത് ഒന്ന് വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ആയിട്ടില്ല, ഇനി കുറച്ചും കൂടെ ആകാനുണ്ട്. അപ്പോൾ ആ നെയ്യ് ഇതിലേക്ക് നന്നായിട്ട് ചേരണം. ചേർന്നതിന് ശേഷം വേണം അടുത്ത 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കണം. നെയ്യ് ചേർത്തിട്ടും ഇതുപോലെ നന്നായിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കണം കേട്ടോ. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തി കൊടുക്കാം. ഒരുപാട് സമയം നിർത്താൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഇളക്കി തുടങ്ങണം കേട്ടോ. ഇപ്പോൾ ഞാൻ ആ ചേർത്തേക്കണ ആ നെയ്യും കൂടെ ഇതിൽ ചേർന്നു. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ശേഷം വീണ്ടും ഇത് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏകദേശം ആ 2 ടേബിൾ സ്പൂൺ നെയ്യ് മതിയാവും. അതാ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്തേക്കണത്. ഇത് ഇപ്പോൾ ആയിട്ടില്ല. ഇതിപ്പോൾ വിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ആയിട്ടില്ല. ഇതൊരു ട്രാൻസ്പെറൻ്റ് ആവണം. അതുവരെ നമ്മളിത് ഇളക്കണം. ഇപ്പോൾ ഒരു നല്ലൊരു ഗ്ലേസിങ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിന്. ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചങ്ങ് ഇളക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ കട്ടയൊന്നും പിടിക്കത്തില്ല. ഇതിപ്പോൾ ഞാനിങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്.
4 ഏലക്ക പൊടിച്ചെടുത്തതാണ്. കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാട്ടോ. അതിട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക്. കുറച്ച് കശുവണ്ടി ഇതുപോലെ കുഞ്ഞായിട്ട് മുറിച്ചെടുത്താണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ പിസ്താഷ്യോ അങ്ങനെ എന്ത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ചേർക്കാം കേട്ടോ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് പ്ലെയിനായിട്ട് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അത് ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ആ പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ മാവ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ പാത്രം സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതെല്ലാ വശവും ഒരുപോലെ ഒന്നാക്കി കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്യാം. ഇതുപോലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറണം. ഇത് ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂടാറും. അത് പെട്ടെന്ന് ആറണമെന്നുണ്ടെങ്കിൽ ഇത് ഫാനിൻ്റെ താഴെ കൊണ്ട് വെച്ചാൽ മതി. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളിത് ചെരിക്കുമ്പോൾ ഇതിങ്ങനെ സൈഡിൽ നിന്ന് വിട്ടും വരുന്നുണ്ട്. അത് ഉണങ്ങി കഴിയുമ്പോഴാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഇത് നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എത്ര വലുപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് മുറിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കറാച്ചി ഹൽവ അല്ലെങ്കിൽ ബോംബെ ഹൽവ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്